ഈ മാർബിളിന്റെ കഥ അറിയില്ലേ? അതായത് മാർബിൾ ഇറക്കി വലിയ ഒരു കൊത്തുകാരനെ കൊണ്ടുവന്ന് ശില്പം ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചപ്പോ മാർബിളുകൾ ആരും അംഗീകരിക്കുന്നില്ല. ഇത് വലിയ കൊത്തുപണി ചെയ്ത് ഇത്രയും പെയിൻ എടുക്കേണ്ടി വരുമല്ലോ. അപ്പം ആരും റെഡിയായില്ല ശില്പമായിട്ട് മാറാനായിട്ട്. ഒരു മാർബിൾ പറഞ്ഞു എന്നെ കൊത്തിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ കല്ലിനെ കൊത്തി നല്ലൊരു ശില്പമാക്കി മാറ്റി വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള മാർബിൾസിനെ എല്ലാം കട്ട് ചെയ്തിട്ട് തറയിൽ വിരിച്ചു. അപ്പൊ എന്തുണ്ടായത്? ആക്ച്വലി ആ തറയെ ചവിട്ടി ആൾക്കാർ കാണാൻ വരുന്നത് ആ ശില്പത്തിനായിട്ട് മാറി. പെയിൻഫുൾ ആണ് ആക്ച്വലി. അതായത് നമുക്ക് അപ്സ്കെയിൽ ചെയ്യണമെങ്കിൽ പെയിൻഫുൾ ആണ്. അതായത് ഒരു സങ്കടത്തിൽ നിന്ന് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇവൻ ഒരു ഇരുമ്പ് കത്തിയുടെ മൂർച്ച കൂട്ടണമെങ്കിൽ പോലും അതിന് ഉരക്കണ്ടേ? അപ്പൊ മൂർച്ച കൂട്ടണമെങ്കിൽ പോലും ഈ ഒരച്ച് സ്വന്തം ദേഹത്തു നിന്ന് അതിനെ കളയാനുള്ളൊരു പെയിൻഫുൾ നമുക്ക് ഉണ്ടാവണം. സ്റ്റെബിലൈസേഷൻ അത്രയും പെയിൻ ഉള്ള ഒരു പരിപാടിയാണ്. പണിയെടുക്കേണ്ടി വരും. അതായത് ഇപ്പൊ എടുക്കണേക്കാളും ഇരട്ടി പണി ചിലപ്പോൾ എടുക്കേണ്ടി വരും. ഇപ്പൊ ക്ലയൻസോട് സംസാരിക്കണേക്കാളും ഇരട്ടി ക്ലയൻസ് സംസാരിക്കണം. കാരണം എന്താ? ജീവനക്കാരുടെ എണ്ണം കൂടി, ഓപ്പറേഷൻ കോസ്റ്റ് കൂടി. ഇട്ടിട്ട് പോകാൻ പറ്റുമോ നമുക്ക്? ഇതിന് ഓവർകം സ്റ്റേബിൾ ആക്കണ്ടേ? ഒറ്റ കാര്യം അത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഈ കോർ ടീമിൽ സെലക്ട് ചെയ്യുന്ന ജീവനക്കാര് ഏറ്റവും നല്ല ജീവനക്കാരാക്കി മാറ്റാം.